പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് പീരിയോഡിക് ടേബിൾ. ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ സ്റ്റുഡൻസ് ഇൻ ദ പിക്ചർ ആർ ട്രൈങ് ടു മേക്ക് എ മോഡൽ ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആസ് എ പാർട്ട് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. അതായത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീരിയോഡിക് ടേബിളിൻ്റെ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. You have learned that the periodic table in which elements are scientifically classified is helpful in study of chemistry. അല്ലേ, അതായത് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പീരിയോഡിക് ടേബിളിൻ്റെ ചെറിയൊരു രൂപം, നമ്മൾ എലമെൻസിനെ കുറിച്ചും സിമ്പലൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്ററിൽ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മോഡൽ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നമ്മുടെ കെമിസ്ട്രി പഠനത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. Moreover, you are familiar with early attempts at the classification of elements and the periodic law proposed by Dmitri Ivanovich Mendeleev. അതായത് നമ്മൾ ഇന്ന് കാണുന്ന ഈ പീരിയോഡിക് ടേബിൾ ഇതേ രൂപത്തിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ഒരുപാട് പരീക്ഷണ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രൂപത്തിലേക്ക് മാറി വരുന്നത്. അതായത് ആദ്യം അല്ലേ, ഭൂമിയിൽ മൂലകങ്ങളെ ക്രമീകരിക്കുന്ന ഒരുപാട് മെത്തേഡുകൾ. ആദ്യമായിട്ട് മൂലകങ്ങളെ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഇത് ലാവോസിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അതിനുശേഷം ഡൊബറൈനർ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ട്രയാഡ് എന്ന് വർഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട്. അവസാനം മെൻഡലീവിൻ്റെ ഒരു പീരിയോഡിക് ടേബിൾ എന്ന ഫോമിലേക്ക് വരുന്നത് മെൻഡലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അതായത് അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ടേബിളിൽ അറേഞ്ച് ചെയ്തു. ആ ടേബിളിൽ അല്ലേ, കുത്തനുള്ള കോളങ്ങളെ ഗ്രൂപ്പുകളെന്നും വിലങ്ങനുള്ള കോളങ്ങളെ നമ്മൾ പിരീഡുകളെന്നുമാണ് വിളിക്കുക അല്ലേ. അപ്പോൾ ഗ്രൂപ്പും പീരീഡും ഒക്കെ ആയിട്ട് പിന്നെ ഡിവൈൻ ചെയ്ത ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു രൂപം ആദ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മെൻഡലീവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ. ഇൻ 1869, when Mendeleev prepared the periodic table, there was no clarity regarding the structure of atom or subatomic particle. However, Mendeleev's periodic table had many merit. അതായത് മെൻഡലീവ് ഈ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഈ ആറ്റത്തിനെ കുറിച്ചോ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള സബാറ്റോമിക് പാർട്ടിക്കിളിനെ കുറിച്ചോ ഒന്നും വ്യക്തമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു കാലത്താണ് എന്ത് ചെയ്യുന്നത്, മെൻഡലീവ് അദ്ദേഹത്തിന് അന്ന് ഭൂമിയിൽ അറിയപ്പെട്ടിരുന്ന എലമെൻസിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാക്കി ഒരു പീരിയോഡിക് ടേബിൾ ആക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നു. അത് വലിയൊരു കണ്ടുപിടുത്തം തന്നെയായിരുന്നു. ആ ഒരു പീരിയോഡിക് ടേബിളിന് ഒരുപാട് മെറിറ്റുകളും ഡിമെറിറ്റുകളും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ദ മെറിറ്റ് ഓഫ് മെൻഡലീവ് പീരിയോഡിക് ടേബിൾ അല്ലേ. അപ്പോൾ ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത് മെൻഡലീവാണ്. ആ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിന് ഒരുപാട് മെറിറ്റ്സ് ഉണ്ട്. അതായത് അദ്ദേഹം അന്ന് അറിയപ്പെട്ടിരുന്ന എലമെൻറ്റിനെ ആണ് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്യുന്നത്. ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ആറ്റോമിക മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു അറേഞ്ച് ചെയ്തത്. ദെൻ ഒരേ സ്വഭാവമുള്ള എലമെൻസിനെയൊക്കെ പ്രത്യേകം ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് അന്ന് കണ്ടുപിടിക്കപ്പെടാത്ത ഭാവിയിൽ കണ്ടുപിടിക്കാൻ സാധ്യതയുള്ള ചില എലമെൻസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ടേബിളിൽ കോളങ്ങൾ ഒഴിച്ചു വെച്ചിരുന്നു. അതായത് അലുമിനിയത്തിന് ശേഷം വരുന്ന അലുമിനിയത്തിൻ്റെ താഴെ വരുന്ന ഒരു എലമെൻറ്റിന് വേണ്ടി അദ്ദേഹം അന്ന് സ്പേസ് കണ്ടെത്തുകയും ആ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് വ്യക്തമായിട്ട് പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് വലിയൊരു നേട്ടം തന്നെയായിരുന്നു. കാരണം അന്ന് വരെ കണ്ടുപിടിക്കപ്പെടാത്ത ഭാവിയിൽ ഇങ്ങനെ ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കപ്പെടാം, ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെയൊക്കെ ആണെന്ന് പ്രവചിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്തു, അദ്ദേഹം പറഞ്ഞ അതേ പ്രത്യേകതകളുള്ള എലമെൻറ്റ് കണ്ടെത്തുകയും ചെയ്തു. നോക്കാം എന്തൊക്കെയാണ് മെൻഡലീവ് പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് ആയിട്ട് നമുക്കിവിടെ പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. ഇറ്റ് അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. Then the third point, elements of similar properties were placed in same group അല്ലേ. ഒരേ സ്വഭാവമുള്ള എലമെൻസിനെ ഒരേ ഗ്രൂപ്പിൽ തന്നെ പ്ലേസ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. Then columns were left vacant for element which were not known at that time. അതായത് ആ കാലത്ത് അറിയപ്പെടാത്ത എലമെൻസിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, കോളങ്ങൾ ഒഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിൽ കുറച്ച് കോളങ്ങൾ ഇനി ഭാവിയിൽ കണ്ടുപിടിക്കപ്പെടാനുള്ള എലമെൻസിന് വേണ്ടി സ്പേസ് കണ്ടെത്തുവരെ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് വലിയൊരു മെറിറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഇത്രയൊക്കെ മേന്മകളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് ടേബിളിന് ചില ഡിമെറിറ്റ്സും ഉണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് നിങ്ങളോട് ആ ഡിമെറിറ്റ്സ് ഏതൊക്കെയാണെന്ന് എഴുതാനാണ് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 24. The elements with large difference in properties were included in same group.
അവിടെ എന്ത് ചെയ്തു, വലിയ വ്യത്യാസമുള്ള എലമെൻറ്റുകൾ, അതായത് പ്രോപ്പർട്ടീസിൽ വലിയ വ്യത്യാസമുള്ള എലമെൻസിനെ അദ്ദേഹം എന്ത് ചെയ്തു, സെയിം ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളത് ഒരു ഡീമെറിറ്റാണ്. അഥവാ സോഫ്റ്റ് മെറ്റലും ഹാർഡ് മെറ്റലും അദ്ദേഹം എന്ത് ചെയ്തു, ഒരേ ഗ്രൂപ്പിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ രണ്ടിൻ്റെയും പ്രോപ്പർട്ടി തികച്ചും വ്യത്യാസമായിരുന്നു. ഈ രണ്ട് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റിനെ എന്ത് ചെയ്തു, സെയിം ഗ്രൂപ്പ് തന്നെ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. ദെൻ നോ പ്രോപ്പർ പൊസിഷൻ കുഡ് ബി ഗിവൺ ടു ഹൈഡ്രജൻ. അതായത് അദ്ദേഹം എന്ത് ചെയ്തു, ഹൈഡ്രജന് കൃത്യമായിട്ടൊരു സ്ഥാനം കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല, മെൻഡലീവിന് കഴിഞ്ഞില്ല. അതേപോലെ തന്നെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ആറ്റോമിക് മാസ് നോട്ട് സ്ട്രിക്റ്റ്ലി ഫോളോഡ്. അദ്ദേഹം ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തതെങ്കിലും അതിൻ്റെ ആ ഒരു ഇൻക്രീസിങ് ഓർഡർ കൃത്യമായി പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് മെൻഡലീവ് പീരിയോഡിക് ടേബിളിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, ഹൗ ഡു ഐസോട്ടോപ്സ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഡിഫർ ഫ്രം വൺ അനദർ. അല്ലേ, നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ ഐസോട്ടോപ്പും ഐസോബാറൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം എലമെൻറ്റിൻ്റെ ഐസോട്ടോപ്പ് എന്തിലാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത് എന്ന് പറയുന്നത്, അല്ലേ, ദ ആർ ഡിഫറെൻറ്റ്. ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഐസോട്ടോപ്പ് ഹാവ് ദ സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. അല്ലേ, മാസ് നമ്പർ വ്യത്യസ്തമായിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഐസോട്ടോപ്പ് എന്ന് പറയുക. Then you know that the elements are arranged on the basis of atomic masses in Mendeleev periodic table. അല്ലേ, അപ്പോൾ നമുക്കൊരു പോയിന്റ് ഇവിടെ ഓർത്ത് വെക്കാനുള്ളത്, മെൻഡലീവ് പീരിയോഡിക് ടേബിളിൽ എലമെൻറ്റ്സിനെ അറേഞ്ച് ചെയ്തത് ആറ്റോമിക് മാസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലായിരുന്നു. Since isotope have different atomic masses, it is necessary to assign different position for them in the periodic table. അപ്പോൾ ഈ ആറ്റോമിക് മാസിൻ്റെ ഡിഫറൻസിലാണല്ലോ നമ്മൾ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത മാസ് ആയതുകൊണ്ട് തന്നെ ഐസോട്ടോപ്പിന് പീരിയോഡിക് ടേബിളിൽ ഡിഫറെൻറ്റ് പൊസിഷൻ കൊടുക്കേണ്ടിയിരുന്നു. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് നമുക്ക് ഓൾറെഡി അറിയാം, 1H1, 1H2 ആൻഡ് 1H3. അതായത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം are the isotopes of hydrogen. As per Mendeleev's periodic table, it is not possible to assign a specific position to each of them on the basis of atomic mass. അപ്പോൾ ഈ മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിൾ പ്രകാരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളായിട്ടുള്ള ഈ 3 ഐസോട്ടോപ്പുകൾക്കും പ്രത്യേക പൊസിഷൻ നൽകാൻ അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. അതുകൊണ്ടൊക്കെയാണ് ഈ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടൊക്കെയാണ് എന്ത് ചെയ്ത് അദ്ദേഹത്തിന് പീരിയോഡിക് ടേബിൾ എന്ത് ചെയ്തു, വീണ്ടും മോഡേണൈസ് ചെയ്തു. ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്ത് പുതിയൊരു പീരിയോഡിക് ടേബിൾ കൊണ്ടുവരുന്നത്. ത്രൂ ഹിസ് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ്, ഹെൻറി മോസ്ലി പ്രൂവ്ഡ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഡിപ്പെൻഡ് മെയിൻലി ഓൺ ആറ്റോമിക് നമ്പർ റാദർ ദാൻ ആറ്റോമിക് മാസ്. He then revised Mendeleev's periodic law. This is known as modern periodic law. അതായത് എക്സ്റേ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിലൂടെ ഹെൻറി മോസ്ലി എന്ന സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, എലമെൻറ്റിനെ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആറ്റോമിക മാസിനെയല്ല ആറ്റോമിക നമ്പറിനെയാണെന്ന് പ്രൂവ് ചെയ്തു. അതിനുശേഷം മെൻഡലീവ് ഒരു പീരിയോഡിക് ലോ കൊണ്ടുവന്നിരുന്നു. ആ പീരിയോഡിക് ലോയെ ഒന്നും കൂടെ മോഡേണൈസ് ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു, മോഡേൺ പീരിയോഡിക് ലോ ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ ലോ ആണ് മോഡേൺ പീരിയോഡിക് ലോ എന്നറിയപ്പെടുന്നത്. അതായത് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് മാസ്. അല്ലേ, അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തതെന്നായിരുന്നു മെൻഡലീവ് പറഞ്ഞത്. ആ ഒരു ലോ ഒന്നും കൂടെ മോഡേണൈസ് ചെയ്തു ഹെൻറി മോസ്ലി എന്ത് ചെയ്തു, ദ എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് എലമെൻറ്റിനെ അറേഞ്ച് ചെയ്യുന്നതെന്ന് വീണ്ടും എന്ത് ചെയ്തു, പ്രൂവ് ചെയ്യുകയാണ് ചെയ്തത്. അവിടെ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് മോഡേൺ പീരിയോഡിക് ലോ. ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. അതായത് എലമെൻറ്റ്സിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഫിസിക്കൽ പ്രോപ്പർട്ടീസും അവയുടെ ആറ്റോമിക് നമ്പറിൻ്റെ പീരിയോഡിക് ഫങ്ഷനിലാണ്, അതായത് ആറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിലാണ് എന്നാണ് പറയുന്നത്. On the basis of modern periodic law, Mosley arranged elements in the increasing order of atomic number and designed the modern periodic table. അതിനുശേഷം എന്ത് ചെയ്തു, എലമെൻസിനെ ആറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുകയും അദ്ദേഹം മോഡേൺ പീരിയോഡിക് ടേബിൾ ഡിസൈൻ ചെയ്യുകയും ചെയ്തു. ഈ ഒരു പീരിയോഡിക് ടേബിളാണ് നമ്മൾ ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സയൻറ്റിസ്റ്റിൻ്റെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഈ പീരിയോഡിക് ടേബിൾ ഈ രൂപത്തിലേക്ക് എത്തിയത്. Let us have a look at the merits of modern periodic table. അപ്പോൾ എന്തൊക്കെയാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, as you know, one of the demerits of Mendeleev's periodic table is that elements having different properties are included in the same group. For example, hard metals like copper and silver were included along with a soft metal like sodium and potassium. അതായത് അല്ലേ, നമുക്കറിയാം എന്താ മെൻഡലീവ് പീരിയോഡിക് ടേബിളിൻ്റെ വലിയൊരു ഡീമെറിറ്റ് ആണ് എന്ത്,
ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം അല്ലേ, അതായത് വ്യത്യസ്ത പ്രോപ്പർട്ടിയുള്ള എലമെൻറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ ഗ്രൂപ്പിൽ തന്നെ അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത് എന്താ, ഹാർഡ് മെറ്റലായിട്ടുള്ള കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും കൂടെയാണ് എന്ത്, സോഫ്റ്റ് മെറ്റലായിട്ടുള്ള സോഡിയവും പൊട്ടാസ്യവും ഇൻക്ലൂഡ് ചെയ്ത് അല്ലേ. സോഡിയമൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും നൈസ് നമുക്ക് കത്തിക്കൊണ്ട് വരെ മുറിക്കാൻ പറ്റിയൊരു മെറ്റലാണ്. ആ ഒരു മെറ്റൽ ഏതാണ്, ഹാർഡ് മെറ്റലായിട്ടുള്ള അലൂമിനിയത്തിൻ്റെയും സിൽവറിൻ്റെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്, കാരണം എൻ്റർലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. But in the modern periodic table, Moseley was particular about including elements with similar properties in the same group. അപ്പോൾ ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഹെൻറി മോസ്ലി എലമെൻസിനെ ഇൻക്ലൂഡ് ചെയ്ത സമയത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള എലമെൻറ്റ് സെയിം ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. Hence, if we know the properties of an element, we get an idea of the properties of other elements belonging to the same group. അപ്പോൾ നമുക്ക് എലമെൻസിൻ്റെ പ്രോപ്പർട്ടി അറിയാമെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന അല്ലേ, അതേ സെയിം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ലഭിക്കും. അതായത് ഒരേ പ്രോപ്പർട്ടിയുള്ള എലമെൻസാണ് എന്ത് ചെയ്യുന്നത്, സെയിം ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് പോയിന്റ്, ഇൻ മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ദർ ഇസ് നോ സ്പെസിഫിക് പൊസിഷൻ ഫോർ ഐസോട്ടോപ്സ് ഓഫ് ദ സെയിം എലമെൻറ്റ് അല്ലേ. നമുക്കറിയാം എന്താ, മെൻഡലീവിൻ്റെ പീരിയോഡിക് ടേബിളിൽ ഐസോട്ടോപ്പിന് ഒരു പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുണ്ടായില്ലായിരുന്നു. But in the modern periodic table, the elements are arranged in the ascending order of their atomic numbers. Thus, this limitation of Mendeleev's periodic table was overcome. അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എലമെൻസിനെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഐസോട്ടോപ്പ് എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ സെയിം ആണല്ലോ, അപ്പോൾ ഒരു പ്രത്യേക പൊസിഷൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോബ്ലം എന്ത് ചെയ്തു, അവിടെ സോൾവ് ചെയ്തു. Then another limitation of Mendeleev's periodic table is that the ascending order of atomic mass is not strictly followed. അല്ലേ, അതായത് മെൻഡലീവ് പീരിയോഡിക് ടേബിളിൻ്റെ മറ്റൊരു ഡീമെറിറ്റ് ആണെന്ത്, ആറ്റോമിക് മാസിൻ്റെ അസെൻഡിങ് ഓർഡർ ഓർ ഇൻക്രീസിങ് ഓർഡർ എന്ത് ചെയ്തിട്ടില്ല, നോട്ട് സ്ട്രിക്റ്റ്ലി ഫോളോഡ്, കൃത്യമായി പാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എക്സാമ്പിളായിട്ട് ഇവിടെ പറയുന്നത്, ദ എലമെൻറ്റ് ഓഫ് പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് മാസ് 39 ആണ്, ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ആർഗണിൻ്റെ ആറ്റോമിക് മാസ് 40 ആണ്. അപ്പോൾ 39, 40 എന്ന നമ്പറിന് ശേഷമാണ് വരുന്നത്. സിൻസ് എലമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ, ദിസ് കൈൻഡ് ഓഫ് ഇറഗുലാരിറ്റി ഇൻ ആറ്റോമിക് മാസ് ഈസ് ഇറലവൻറ്റ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലേ. അതായത് എലമെൻറ്റ്സിൻ്റെ ആറ്റോമിക് നമ്പറിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ആറ്റോമിക മാസിലുള്ള ഈ വ്യത്യാസങ്ങളൊന്നും അവിടെ പ്രശ്നമായിട്ട് വന്നിട്ടില്ല. കാരണം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ആറ്റോമിക നമ്പറാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. പീരിയോഡിക് ടേബിൾ ഓഫ് വേരിയസ് ഫോം ഹാവ് ബീൻ ഡെവലപ്ഡ് ഫ്രം ടൈം ടു ടൈം അല്ലേ. ഓരോ കാലങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്തു, പീരിയോഡിക് ടേബിൾ മാറി മാറി വന്നു. ദ പീരിയോഡിക് ടേബിൾ വിച്ച് ഇൻക്ലൂഡ്സ് 118 എലമെൻറ്റ്സ് ഈസ് വൈഡ്ലി യൂസ്ഡ് നൗ. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് 118 എലമെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു പീരിയോഡിക് ടേബിളാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇനി ആ ഒരു ബോക്സിൽ എന്താ കൊടുത്താൽ നോക്കാം. In the periodic table, the horizontal rows are called periods and the vertical columns are called groups. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണേ. ഹൊറിസോണ്ടൽ റോകൾക്ക് പീരീഡ് എന്നും അല്ലേ, അതായത് വിലങ്ങനെയുള്ള കോളങ്ങൾക്ക് പീരീഡ് എന്നും അതേപോലെ വെർട്ടിക്കൽ കോളംസിന് പറയുന്നത് ഗ്രൂപ്പ് എന്നുമാണ്. അപ്പോൾ പീരീഡും ഗ്രൂപ്പും. The elements belonging to the same group exhibit similarity in chemical and physical property. അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടിയിലും കെമിക്കൽ പ്രോപ്പർട്ടിയിലും സിമിലാരിറ്റി കാണിക്കുന്നു. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26 പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പീരിയോഡിക് ടേബിൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ആ ടേബിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് അതിൽ എത്ര ഗ്രൂപ്പുകളുണ്ട്, എത്ര പീരീഡുകളുണ്ട്, അതേപോലെ ഒരു എലമെൻറ്റിൻ്റെ അല്ലേ, ഓരോ ബോക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എലമെൻറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യം അറിയാൻ പറ്റും. ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് നമ്പർ അറിയാം, സിമ്പൽ കണ്ടെത്താം, നെയിം അറിയാം, അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, നിങ്ങൾ കോൺഫിഗറേഷൻ എഴുതാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതേപോലെ ആ എലമെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ ഒരു പീരിയോഡിക് ടേബിൾ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതിന് മുന്നേ ഒരു എക്സ്ട്രാ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുക. ന്യൂലി ഡിസ്കവേർഡ് എലമെൻറ്റ്സ് അല്ലേ. ഇൻ 2016 4 new elements were added in the periodic table. They were placed in the 7th period അല്ലേ. അതായത് 2016 പുതിയതായിട്ട് 4 എലമെൻറ്റ്സിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ ആറ്റോമിക് നമ്പറും സിമ്പലും അതേപോലെ IUPAC നെയിമും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആറ്റോമിക് നമ്പർ 113 ആണ്, അതിൻ്റെ സിമ്പൽ NH എന്നാണ്, എലമെൻറ്റിൻ്റെ പേരാണ് നിഹോണിയം എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ആറ്റോമിക് നമ്പർ 115 MC ആണ് സിമ്പൽ, മോസ്കോവിയം എന്നാണ് എലമെൻറ്റിൻ്റെ നെയിം. ദെൻ 117 TS എന്നാണ് സിമ്പൽ, ടെന്നിസൺ എന്നാണ് പേര്, ടെന്നിസൺ.
ദെൻ എലമെൻറ്റ് 118 എലമെൻറ്റ് സിമ്പൽ OG എന്നാണ്. ആ UPSC നെയിം എന്ന് പറയുന്നത് ഓർഗനസോൺ എന്നാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ആ ബോക്സ്. അപ്പോൾ നമുക്കത് എക്സാമിനൊന്നും വരുന്ന ഭാഗമല്ല. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് ദെയർ പൊസിഷൻ ഇൻ ദ പീരിയോഡിക് ടേബിൾ. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. മോഡേൺ പീരിയോഡിക് ടേബിൾ അനലൈസ് ചെയ്തിട്ട് താഴെ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്താനാണ് പറയുന്നത്. ഹൗ മെനി പീരീഡ്സ് ആർ ദർ അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് പീരീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൽ എങ്ങനെയുള്ള കോളങ്ങൾക്കാണ് എന്ത് പറയുക പീരീഡ്സ് എന്ന് പറയുക. ഹൊറിസോണ്ടൽ റോസിനാണ് നമ്മൾ എന്ത് പറയുന്നത് പീരീഡ് എന്ന് പറയും. അപ്പോൾ എണ്ണ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എത്ര പീരീഡാണ് പീരിയോഡിക് ടേബിളിൽ കാണുന്നത് അല്ലേ. 1 2 3 up to 7 വരെ. അപ്പോൾ 7 പീരീഡ്സ് ആണ്. റൈറ്റ് ദി ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ നമ്മൾ താഴേക്ക് ഇങ്ങനെ എണ്ണി വരുന്ന സമയത്ത് എത്ര ഗ്രൂപ്പുകളുണ്ട് 18 ഗ്രൂപ്പ്സ് ആണുള്ളത് അല്ലേ. അതായത് വെർട്ടിക്കൽ കോളംസിനാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ ആ വെർട്ടിക്കൽ കോളംസ് എത്ര എണ്ണം ഉണ്ട് 18 ഗ്രൂപ്പുകളാണ് കാണപ്പെടുന്നത്. ഇനി അല്ലേ നമ്മൾ പറഞ്ഞു 7 പീരീഡാണുള്ളതെന്ന്. അപ്പോൾ ഓരോ പീരീഡിലെ എലമെൻറ്റിൻ്റെ എണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ഫസ്റ്റ് പീരീഡിൽ കാണപ്പെടുന്ന എലമെൻറ്റ്സ് ആണ് ഇത് ഹൈഡ്രജൻ ആൻഡ് ഹീലിയം. അപ്പോൾ അതിൽ 2 എലമെൻ്റാണ് കാണപ്പെടുന്നത്. ദെൻ സെക്കൻഡ് പീരീഡിൽ വരുന്ന എലമെൻറ്റ്സ് ആണ് ഇത് ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. അങ്ങനെ 8 എലമെൻറ്റ് വരും. ദെൻ തേർഡ് പീരീഡിലും വരുന്നത് സോഡിയം മുതൽ ആർഗൺ വരെ നോക്കുന്ന സമയത്ത് എത്രയാണ് 8 എലമെൻറ്റ്സ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പീരീഡിൽ 2 ആണ് വരുന്നത് എലമെൻറ്റിൻ്റെ എണ്ണം. സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലും 8 എലമെൻറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ദെൻ ഫോർത്ത് പീരീഡിൽ പൊട്ടാസ്യം മുതൽ K മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അവിടെ ക്രിപ്റ്റോൺ വരെ എടുക്കുന്ന സമയത്ത് 18 എലമെൻറ്റ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ ടേബിളിലുള്ള അല്ലേ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് 27 ക്വസ്റ്റ്യന് വിച്ച് പീരീഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്. ഏത് പീരീഡിനാണ് ഏറ്റവും കുറഞ്ഞ നമ്പർ എലമെൻറ്റ്സ് ഉള്ളത് അല്ലേ. നമുക്കറിയാം എന്താ അത് ഫസ്റ്റ് പീരീഡിലാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് ആൻസർ ചെയ്ത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പീരീഡ് 2 and 3 ദ സെയിം അല്ലേ. അപ്പോൾ സെക്കൻഡ് പീരീഡിലും തേർഡ് പീരീഡിലുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണം സെയിം ആണോ എന്നാണ് ചോദ്യം അല്ലേ. ഷുവർ ആണ് എന്താ രണ്ടും സെയിം ആണ്. രണ്ടിൽ എത്ര എലമെൻറ്റ്സ് ആണ് കാണപ്പെടുന്നത് 8 എലമെൻറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ദെൻ ഹൗ മെനി എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർത്ത് പീരീഡ്. ഫോർത്ത് പീരീഡിൽ എത്ര എലമെൻറ്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 18 എലമെൻറ്റ്സ് അല്ലേ. 18 എലമെൻറ്റ്സ് ആണ് കാണപ്പെടുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഓൾ ഇൻഫോർമേഷൻ അബൌട്ട് ആൻ എലമെൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ പീരിയോഡിക് ടേബിൾ. അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ നിന്ന് നമുക്ക് ഒരു എലമെൻറ്റിനെ കുറിച്ച് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് അല്ലേ എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ഇവിടെ 2 പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം കിട്ടാം, അതേപോലെ സിമ്പൽ ലഭിക്കും നമുക്ക്. ദെൻ അറ്റോമിക് നമ്പർ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. then ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 2.1 എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 ആർ ഗിവൺ ഇൻ ദ ടേബിൾ അല്ലേ. കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ആ ടേബിൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഫസ്റ്റ് എലമെൻ്റ് ആണ് എന്ത് ലിഥിയം. ലിഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക അല്ലേ. ഫസ്റ്റ് ഷെല്ലിൽ 2 ദെൻ നെക്സ്റ്റ് ഷെല്ലിൽ 1. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 1. ദെൻ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ സിമ്പൽ Na ആണ്. ആറ്റോമിക് നമ്പർ 11. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുക 2 8 1 അല്ലേ. ഫസ്റ്റ് ഷെല്ലായ ഷെല്ലിൽ 2 സെക്കൻഡ് ഷെല്ലിൽ L ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. ദെൻ M ഷെല്ലിൽ 1 ഇലക്ട്രോൺ 2 8 1. ദെൻ പൊട്ടാസ്യത്തിൻ്റെ സിമ്പലും എഴുതണം, അതേപോലെ ആറ്റോമിക് നമ്പറുമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ എത്രയാണ് വരുന്നത് K എന്നാണ് വരുന്നത് സിമ്പലിലെ. കാലിയം എന്ന ടേമിൽ നിന്നാണ് പൊട്ടാസ്യത്തിന് K എന്ന സിമ്പൽ ലഭിക്കുന്നത്. ആറ്റോമിക് നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി ഇലക്ട്രോൺ കോൺഫിഗറേഷനിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനല്ലേ ആറ്റോമിക് നമ്പർ എന്ന് പറയാം. അപ്പോൾ 2 8 8 1 അല്ലേ. അപ്പോൾ എത്ര കിട്ടുക 19 ആണ് പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ വരുന്നത്. ദെൻ റുബീഡിയത്തിൻ്റെ സിമ്പൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ കണ്ടെത്താനാണ് പറഞ്ഞത്. അതേപോലെ ഈ ടേബിൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇതേപോലെ നമ്പർ ആഡ് ചെയ്തിട്ട് അവിടെ ആറ്റോമിക് നമ്പർ എഴുതിയാൽ മതി. ഇലക്ട്രോണിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ ആറ്റോമിക് നമ്പർ അവിടെ കണ്ടെത്താം. അപ്പോൾ ആ ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ദെൻ ഹാവ് യു നോട്ടീസ് എനി പെക്യുലാരിറ്റി റിഗാർഡിംഗ് ദ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദ എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1 അല്ലേ. ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നിങ്ങൾ എന്തെങ്കിലും സിമിലാരിറ്റി കാണുന്നുണ്ടോ, എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതി വരുന്ന സമയത്ത് എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ് കാണുന്നത് അല്ലേ 1 ഇലക്ട്രോൺ. സോ നമുക്ക് എഴുതാം 1 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെല്ല് അല്ലേ. ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ഷെല്ലിൽ. അപ്പോൾ 1 ഇലക്ട്രോൺ ആണ് കാണപ്പെടുന്നത്.
വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെൻറ്റ് ഇൻ ഗ്രൂപ്പ് 2. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താ, പീരിയോഡിക് ടേബിളിൻ്റെ സഹായത്തോടെ ഗ്രൂപ്പ് 2ലുള്ള എലമെൻസിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ഇതേപോലെ അല്ലേ, അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പിലെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണാണ് കിട്ടുക? 2 ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് എഴുതാം there are 2 ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ. It is clear that the number of outermost electrons of the elements in a given group are the same. അല്ലേ, അപ്പോൾ ഒരേ ഗ്രൂപ്പിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? എപ്പോഴും സെയിം ആയിരിക്കും. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻ ദം. അതായത് ഒരു എലമെൻറ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനനുസരിച്ചാണ്. യൂഷ്വലി ദീസ് ഇലക്ട്രോൺ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷനിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ എലമെൻസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിനനുസരിച്ച് എന്ത് ചെയ്യും? ആ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യും. Based on the common characteristics of element in each group, they can be considered as families. A table enlisting the various families of elements is given below. അല്ലേ, അതായത് ഇവിടെ ഗ്രൂപ്പ് നമ്പറും നെയിം ഓഫ് ഫാമിലിയും കൊടുത്തിട്ടുണ്ട്. നമ്മളെ പീരിയോഡിക് ടേബിൾ നമുക്കറിയാം 18 ഗ്രൂപ്പാണുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് അറിയപ്പെടുന്ന പേരാണെന്ത്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് ആൽക്കലി മെറ്റൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് അറിയപ്പെടുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ദെൻ ഫ്രം 3 to 12 അല്ലേ, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ഗ്രൂപ്പ് നമ്പർ 13 ബോറോൺ ഫാമിലി, ഗ്രൂപ്പ് നമ്പർ 14 കാർബൺ ഫാമിലി, ദെൻ 15 നൈട്രജൻ ഫാമിലി, 16 ഓക്സിജൻ ഫാമിലി ആൻഡ് 17 ഹാലോജൻസ് ആൻഡ് 18th ഗ്രൂപ്പ് ആർ നോൺ ആസ് നോബിൾ ഗ്യാസസ്. ഈ പേരിലാണ് ഓരോ പീരിയോഡിക് ടേബിളിൽ ഓരോ ഗ്രൂപ്പുകളും അറിയപ്പെടുന്നത്. ഇത് ഫാമിലി നെയിമാണ്, ഈ ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ, അപ്പോൾ നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെൻസിനെ പൊതുവായിട്ട് പറയുന്ന കോമൺ ആയിട്ട് പറയുന്ന പേരാണ്. അപ്പോൾ ഈ ടേബിൾ ഒന്ന് നല്ലപോലെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അതേപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.